നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നെന്മാറ ഇരട്ട കൊലപാതക കേസ് പ്രതി ചെന്താമരയെ പിടികൂടാൻ കഴിയാതെ പോലീസ്. പ്രതി പാലക്കാട് നഗരത്തിൽ ഉണ്ടെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. ഇതിന് പിന്നാലെ പോലീസ് പാലക്കാട് നഗരത്തിലും തെരച്ചിൽ നടത്തുന്നുണ്ട്. ചെന്താമര മലയിൽ തന്നെ ഉണ്ടെന്ന് സംശയിക്കുന്നതായി നേരത്തെ പോലീസ് പറഞ്ഞിരുന്നു. തമിഴ്നാട്ടിൽ പോയ സംഘം മടങ്ങി വരികയാണെന്നും തെരച്ചിലിന് കൂടുതൽ പേരെ നിയോഗിക്കുമെന്നും SP അറിയിച്ചു. ഇതിനിടെ കൊലപാതകത്തിന് പിന്നാലെ പോലീസ് വീഴ്ചയിൽ ADGP റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ADGP മനോജ് എബ്രാഹാമാണ് പാലക്കാട് SP-യോട് റിപ്പോർട്ട് ചോദിച്ചത്. ജാമ്യവ്യവസ്ഥ ലംഘിച്ചതിൽ നടപടി എടുക്കാത്തതിലാണ് അന്വേഷണം. തിങ്കളാഴ്ച രാവിലെ 10 മണിയോടെയാണ് സുധാകരന്റെ വീട്ടിലെത്തിയ ചെന്താമര സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും അതിക്രൂരമായി വെട്ടിക്കൊന്നത്. സുധാകരൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് ലക്ഷ്മി മരിച്ചത്. വെട്ടിക്കൊന്ന ശേഷം ചെന്താമര നെല്ലിയാമ്പതി മേഖലയിലേക്ക് കടന്നു കളഞ്ഞുവെന്നാണ് ലഭിക്കുന്ന വിവരം. അതേസമയം ചെന്താമരയ്ക്ക് കൂടോത്രത്തെ ഭയമായിരുന്നു എന്ന തരത്തിലുള്ള മൊഴികളും പുറത്തു വന്നിട്ടുണ്ട്. ചെന്താമരയുടെ ഭാര്യ വേർപിരിയാൻ കാരണം അയൽവാസികളുടെ കൂടോത്രമാണെന്നാണ് ഇയാൾ തെറ്റിദ്ധരിച്ചത്. ഇതിന് പിന്നാലെയാണ് ഈ പകയുടെ പുറത്ത് 2019 സുധാകരന്റെ ഭാര്യ സജിതയെ പ്രതി വെട്ടിക്കൊന്നത്. അന്ന് പോലീസിന് നൽകിയ മൊഴിയിലാണ് സജിതയുടെ കുടുംബം കൂടോത്രം ചെയ്തതായി സംശയമുണ്ടെന്ന് പ്രതി പറഞ്ഞത്. അതേസമയം നെന്മാറ ഇരട്ട കൊലപാതകത്തിൽ സുധാകരനെയും വയോധികയായ അമ്മയും പ്രതി വെട്ടിക്കൊലപ്പെടുത്തിയത് അതിക്രൂരമായാണ്. ഇരട്ട കൊലപാതകത്തിൽ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. സുധാകരന്റെ ശരീരത്തിൽ 8 വെട്ടുകളാണ് കണ്ടെത്തിയത്. കയ്യിലും കാലിലും കഴുത്തിലും തലയിലുമാണ് വെട്ടേറ്റിരിക്കുന്നത്. വലത് കൈ അറ്റിരിക്കുകയാണ്. കഴുത്തിന്റെ പിറകിലെ വെട്ടാണ് മരണകാരണമെന്നാണ് പോലീസ് നിഗമനം. ആദ്യത്തെ വെട്ടേറ്റിരിക്കുന്നത് കാലിന്റെ മുട്ടിനാണ്. സുധാകരന്റെ മാതാവ് ലക്ഷ്മിയുടെ ശരീരത്തിൽ 12 വെട്ടുകളാണുള്ളത്. ലക്ഷ്മിയുടെ ശരീരത്തിലുള്ളത് ആഴത്തിലുള്ള മുറിവുകളാണ്. കണ്ണിൽ നിന്ന് ചെവി വരെ നീളുന്ന ആഴത്തിലുള്ള മുറിവുണ്ട് ഇവരുടെ ശരീരത്തിൽ. ഇതാണ് മരണത്തിന് കാരണമായതെന്നാണ് നിഗമനം. കൊലപാതകം കഴിഞ്ഞ് ചെന്താമര വീടിനകത്ത് കയറി വെട്ടാൻ ഉപയോഗിച്ച വാളും മുറിക്കകത്ത് വെച്ച് തന്നെ മുൻവശത്തെ വാതിൽ അടച്ച ശേഷം പിന്നിലെ വാതിലൂടെ രക്ഷപ്പെട്ടിരുന്നു. ജാമ്യവ്യവസ്ഥ ലംഘിച്ച് സ്വന്തം വീട്ടിലെത്തിയ പ്രതി അയൽവാസികളെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇത് സംബന്ധിച്ച് സുധാകരനും മകളും പരാതി നൽകിയിട്ടും നടപടിയെടുത്തില്ലെന്ന് ആരോപിച്ച് നാട്ടുകാർ പോലീസിനെ തടഞ്ഞ് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ട്. ഏതായാലും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലടക്കം അതിക്രൂരമായിട്ടാണ് 2 പേരും കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് 5 വർഷം മുമ്പും ഇവരുടെ സജിത എന്ന് പറയുന്ന സുധാകരന്റെ ഭാര്യയും ഇത്തരത്തിൽ വെട്ടേറ്റ് മരിച്ചിരിക്കുന്നത്. ആ കുടുംബത്തിലെ 2 കുട്ടികൾ മാത്രമായി ഇനി അവർ മാധ്യമങ്ങളോട് കാണുമ്പോൾ അവരെ പ്രതികരിക്കുന്നതും കണ്ണീരോടെ തന്നെയാണ്. അവർ അച്ഛനും പോയി അമ്മയും പോയി, ഇനി ഞങ്ങൾക്ക് ആരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ് ആ 2 പെൺമക്കൾ. ഏതായാലും എത്രയും വേഗം തന്നെ പ്രതിയെ പിടികൂടാൻ സാധിക്കും. അതിനുശേഷം അറസ്റ്റ് ചെയ്യാതെ മൃതദേഹം കൊണ്ടുപോകാൻ സമ്മതിക്കില്ലെന്നൊക്കെ ആദ്യം ബഹളം വെച്ചിരുന്നു. പിന്നീടാണ് വലിയ രീതിയിൽ ഇപ്പോൾ നാട്ടുകാരും അതുപോലെ തന്നെ 125ഓളം പോലീസ് സംഘങ്ങളും ചേർന്ന് പ്രതിക്കായിട്ടുള്ള തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് കഴിഞ്ഞ ദിവസം സംഘർഷത്തിന് പിന്നാലെ തന്നെ വൈകിട്ട് 4:30-യോടെയാണ് സുധാകരന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. പോലീസ് നായ ഡാർലി ചെന്താമരയുടെ വീട്ടിലെത്തി കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധത്തിന്റെ മണം പിടിച്ച് പാടം കടന്ന് 1/2 കിലോമീറ്റർ അകലെയുള്ള ചെന്താമരയുടെ തറവാട് വീട്ടിലെത്തി നിന്നു. പരിസര പ്രദേശങ്ങളും കുന്നിൻ പ്രദേശങ്ങളും റബ്ബർ തോട്ടങ്ങളും ആയതിനാൽ ഡ്രോൺ ഉപയോഗിച്ചും തിരച്ചിൽ നടത്തുകയാണ്.